പ്രിയപ്പെട്ടവരെ, നമ്മുടെ സെൻട്രൽ പാസ്റ്റർമാരുടെ അധികാര കൊതിയും അധികാര ഗർവും ഇത് സംബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഈ വോയിസ് ക്ലിപ്പ് ഇടുന്നത്. അതായത് നമുക്കറിയാം, നിലവിലുള്ള ഭരണഘടന അനുസരിച്ച്, അംഗീകൃത ഭരണഘടന അനുസരിച്ച് ഒരു ഭാരവാഹിയും 3 വർഷത്തിലധികം ഇരിക്കാൻ പാടില്ല. സെൻട്രൽ പ്രസിഡന്റ് എന്നുള്ള സെൻട്രൽ പാസ്റ്റർ ആ നിയമത്തിൽ പരിമിതിയിൽ വരുന്നയാളാണ്. സ്വാഭാവികമായാൽ 3 വർഷം കഴിയുമ്പോൾ മറ്റുള്ളവരെ പോലെ തന്നെ ഭാരവാഹിത്വത്തിൽ നിന്ന് മാറണം. ഇത് സംബന്ധിച്ച് നിരവധി കോടതി ഉത്തരവുകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ കേസ് സജീവമായി പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ കുറേ ആളുകൾ മാറി, ചില ആളുകളെ കോടതി തന്നെ മാറ്റി ആ നിലയിൽ നിലനിൽക്കുന്നു. ഇപ്പോൾ ഇത് സൂചിപ്പിക്കാനുള്ള പ്രധാന കാരണങ്ങൾ, ഒന്ന്, ഒരു സെൻട്രൽ പാസ്റ്ററെ സംബന്ധിച്ച് ഒരു സെൻറ്ററിൽ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റിന് നമ്മൾ അതിൻ്റെ ഒരു പരാതി കൊടുക്കും. സ്റ്റേറ്റ് അത് പരിശോധിച്ച് അത് പരിഗണന എടുക്കും. സ്റ്റേറ്റ് പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജനറൽ മാനേജർ ഉണ്ടല്ലോ, ജനറൽ മാനേജർ കയറി ഇത് മരവിപ്പിക്കും. ഇതാണ് ഈ അടുത്ത സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ജനറൽ മാനേജർമാരുടെ കത്തുകൾ ഇപ്പോൾ നനഞ്ഞ ഓലപ്പടക്കമായി മാറിയതുകൊണ്ട് ഇപ്പോൾ അതിന് വലിയ പ്രസക്തി ഇല്ലതാനും. ഇത് സൂചിപ്പിക്കാനുള്ള പ്രധാന കാരണം, ഈ അടുത്ത സമയത്ത് ഒരു സെൻട്രൽ പാസ്റ്റർ 3 വർഷം കഴിഞ്ഞ് മാറണം എന്നൊരു അഭിപ്രായം വന്നപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ മാറുന്ന പ്രശ്നമേ ഇല്ല. ഇനി അതിൻ്റെ പേരിൽ ദൈവശിക്ഷ വന്നാൽ അത് ഏൽക്കാനും ഞാൻ തയ്യാറാണ്. അദ്ദേഹം ഇത് പറയാനുള്ള പ്രധാന കാരണം, അദ്ദേഹത്തിനറിയാം കേരള സ്റ്റേറ്റിൽ നിന്നൊരു നടപടി വന്നാൽ അത് ജനറൽ മാനേജരെ മരവിപ്പിച്ചു കൊടുക്കും എന്ന് അദ്ദേഹത്തിനൊരു ഉറപ്പ് കിട്ടി. ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് നമ്മൾ സജീവമായി മുൻകാലങ്ങളിൽ ചർച്ച ചെയ്തതുപോലെ ഇത് വളരെ ശക്തമായി നമുക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയണം. സെൻട്രൽ പാസ്റ്റർമാർ ലോക്കൽ പാസ്റ്റർമാരെ പോലെ 3 വർഷം കഴിഞ്ഞാൽ അവർ മാറി ലോക്കൽ സഭ എടുക്കുകയോ അല്ലെങ്കിൽ ലോക്കൽ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ, സ്വതന്ത്ര ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ അവിടുന്ന് 3 വർഷം കഴിഞ്ഞാൽ മാറി കൊടുക്കുകയും വേണം. അവർക്ക് ലോക്കൽ സഭ ഉണ്ട്, ലോക്കൽ സഭയുടെ വരുമാനം ഇത്രയും പാസ്റ്റർമാരുടെ ഇപ്പം 10, 33, 30, 20 ഒക്കെ ഉള്ളതായ പാസ്റ്റർമാരുടെ അവരുടെ ദശാംശം, ഇതെല്ലാം വരുമാന മാർഗമുണ്ട്. അതാണ് ഇവർ ഇതിൽ നിന്ന് വിട്ടുപോയി ദൈവശിക്ഷ വന്നാൽ ഒഴിഞ്ഞു പോകത്തില്ലെന്ന് പറയാനുള്ള കാരണം. എന്നാൽ സ്റ്റേറ്റിന് കൊടുക്കേണ്ട ദശാംശം ഇവർ കൊടുക്കുകയില്ല. അതുകൊണ്ടാണല്ലോ മെമ്പർഷിപ്പ് പുതുക്കുമ്പോൾ 10 രൂപ ഓരോ വിശ്വാസികളുടെ നിന്നും സ്റ്റേറ്റ് അത്തരത്തിൽ വളരെ ഗതികെട്ട് 10 രൂപ സംഭാവന ചോദിക്കേണ്ട ഗതികേട് വരുന്നത്. നമുക്ക് കേരളത്തിലുള്ള ഇത്ര സെൻട്രൽ പാസ്റ്റർമാർ ശരിയായി അവർക്ക് കിട്ടുന്നതിൻ്റെ ദശാംശം നൽകിയാൽ ഈ പ്രശ്നം പരിഹരിക്കാവുന്നേ ഉള്ളൂ. പോട്ടെ, അതും ചെയ്യേല. ഇവിടെ നമ്മുടെ ഖത്തർ സന്നിൽ ചേർക്കപ്പെട്ട കുണ്ട്ര സെൻട്രൽ പാസ്റ്റർ വി.വൈ. തോമസ് അവറുകൾ, അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ഈ സ്ഥലമാറ്റം സംബന്ധിച്ചുള്ള ഒരു പ്രസംഗമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, ചില ശുശ്രൂഷകരെ അവർ മാറണമെങ്കിൽ ഒന്നുകിൽ അവരെ നാറ്റി മാറ്റണം, അല്ലെങ്കിൽ മാറ്റി നാറ്റണം. ഇത് അദ്ദേഹം പറയുന്നത് വാസ്തവം തന്നെയാണ്. എന്നാൽ ചില സെൻട്രൽ പാസ്റ്റർമാർ അവർക്ക് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളിലൂടെ അവർ തെളിയിക്കുന്നത്, അവരിനിയും വളരെയധികം നാറിയെങ്കിൽ മാത്രമേ മാറൂ എന്നുള്ളതാണ് അവരുടെ ഈ പിടിവാശിയിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മുടെ ലോക്കൽ സഭാ ശുശ്രൂഷകർക്ക് മാറ്റമുണ്ട്, സ്റ്റേറ്റിൻ്റെ ഭാരവാഹികൾ മാറുന്നുണ്ട്, ജനറലിൻ്റെ ഭാരവാഹികൾ മാറുന്നുണ്ട്. എന്തുകൊണ്ട് സെൻറ്ററിൻ്റെ പ്രസിഡന്റ് മാത്രം മാറാൻ ബുദ്ധിമുട്ട് വരുന്നു? അതുകൊണ്ട് പ്രിയമുള്ളവരെ, വളരെ സജീവമായി ഇത് ചർച്ച ചെയ്യുകയും നിലവിലുള്ള ഭരണഘടന അനുസരിച്ച് ഒരു ഭാരവാഹിയും 3 വർഷത്തിൽ കൂടുതൽ ഇരിക്കാൻ പാടില്ല എന്നുള്ള അംഗീകൃത നിയമം നടപ്പിലാക്കി IPC മാതൃക കാട്ടണം. അതിനുള്ള വീണ്ടും തുടർ ചർച്ചകൾ നമുക്കുണ്ടാകണം. ഉള്ളതുപോലെ ലോക്കൽ സീനിയർ ശുശ്രൂഷകർ മാറി വരട്ടെ, അവർ 3 വർഷം സെൻട്രൽ പാസ്റ്ററായിട്ടിരിക്കട്ടെ. സെൻട്രൽ പാസ്റ്റർമാരുടെ ഇത്തരത്തിലുള്ള അപ്രമാദിത്വവും ലോക്കൽ ശുശ്രൂഷകരുടെ മേലുള്ള കടന്നാക്രമണവും അവസാനിപ്പിക്കണമെങ്കിൽ ഇതേ ഉള്ളു മാർഗം.
അക്കാര്യത്തിൽ സജീവമായ ചർച്ച ക്ഷണിച്ചുകൊള്ളുന്നു.